ഹായ് ഫ്രണ്ട്സ്, കിഡിലിനൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? തലശ്ശേരി സ്റ്റൈൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ മട്ടനൊന്നും അധികം വാങ്ങാറില്ല, റെയറായിട്ട്. ഒരു 1/2 കിലോ മട്ടൻ വേണ്ട, നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ മട്ടൻ ബിരിയാണി. അപ്പോൾ അതിൽ നല്ല നല്ല പീസുകൾ പെറുക്കിയെടുത്ത ശേഷം കൊഴുപ്പൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നല്ല കട്ട തൈര് ഇങ്ങനെ 2, 3, 4, 5, 6 വെളുത്തുള്ളി. അതിന് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമ്മള് കുറച്ച് ഇഞ്ചി കഷ്ണം, ഇഞ്ചിനെ അപ്പൊ നമ്മള് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. വേറെ മുളക് പൊടി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇടണില്ല കേട്ടോ. കുറച്ച് കൂടുതലിരിക്കട്ടെ. നമ്മളിങ്ങനെ പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. ഒരു നാരങ്ങ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അതിൽ നീരില്ലെങ്കിൽ നമ്മൾ ഒരു നാരങ്ങ അങ്ങ് ഫുള്ള് പിഴിയുന്നു. പിന്നെ ആവശ്യമായ കുറച്ച് ഉപ്പിടണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പെനയുന്നു. ഇതൊരു 1 മണിക്കൂറൊക്കെ എടുത്ത് വെക്കാൻ പറ്റണമെങ്കിൽ അത്ര നല്ലത്. ഇല്ലെങ്കിൽ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വെച്ച് നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി നമ്മൾ സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിങ്ങനെ അരിഞ്ഞ് മാറ്റിയ ശേഷം ഇങ്ങനെ ആക്കിയാൽ വറക്കാൻ ഈസി ആയിരിക്കും പരിപാടി. ആവശ്യത്തിന് കീടുന്നു. വീഴുന്നില്ലെങ്കിൽ നമ്മൾ ചൂടിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുക്കി വീഴും. ചൂടിലിങ്ങനെ വെച്ചാൽ കൊട്ടിയെ പോയില്ലെങ്കിൽ ഇങ്ങനെ ചൂടിലിങ്ങനെ മറന്ന് വാങ്ങിയ കിടിലൻ മുന്തിരി. വാരിക്കോരിട്ട് കരിയണ്ട കൊണ്ടാണ്. വാരി എടുക്കുന്നു. ഉള്ളി വാട്ടിയെടുക്കണം. മക്കളെ, ഉള്ളിക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി പഞ്ചസാര ചേർക്കും. നമ്മൾ ഇതിനെടുത്തിട്ട് ഇതിലേക്കാക്കും. നാലാക്കി പൊളിക്കുന്നു. കുഞ്ഞു തക്കാളി. നമ്മളെല്ലാ തക്കാളിയും പച്ചമുളകിനെയും കൂടി ഒന്നങ്ങ് കീറിയിട്ട് ഒന്നും ഒഴിക്കണ്ട. കുക്കറിൽ വെച്ച് കുറച്ച് 3 വിസിൽ. 3 വിസിൽ. മക്കളെ, ഒരു സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു അതിലേക്ക് തന്നെ കുറച്ച് പട്ട, കുറച്ച് ഏലക്കായ്, കുറച്ച് ഗ്രാമ്പും. അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ഉള്ളി കൂടെ ഇതിലിട്ടിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. പെട്ടെന്നങ്ങ് വാടി വരാൻ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് വാരി വിതറാം. ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി മതി. തക്കാളി ലാസ്റ്റ്. വാടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം.
തക്കാളി ഒന്ന് വാടി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മല്ലി, പുതിന എന്നിവ കൂടി ആഡ് ചെയ്യാം. വാട്ടി വെച്ചതിൽ നിന്ന് കുറച്ച് ഉള്ളി കൂടി ആഡ് ചെയ്യാം. കുറച്ച് തൈര് കൂടി ആഡ് ചെയ്യാം. അതാണല്ലോ ബിരിയാണിക്ക് നല്ല കുത്തുന്ന മണം. അതിനാണ് ഗരം മസാല പൊടി. ഒരു സ്പൂൺ നാരങ്ങ പിഴിഞ്ഞൊഴിഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇനി അരിയുടെ പരിപാടി തുടങ്ങാം. ആദ്യം ഒരു സ്പൂണ് 1.5 സ്പൂണ് നെയ്യ് ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഒരു സ്റ്റാറും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ബിരിയാണി ലീഫ് ഇടാം. അതും കൂടി ഇട്ട് കഴിഞ്ഞ് ഏലക്കായും കൂടെ ചേർത്താൽ നമുക്ക് അതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന അരി ചേർത്ത് അരിയിലേക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ച്, തിളച്ച വെള്ളം അതും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നാരങ്ങയും പിഴിഞ്ഞ് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സിലും മുന്തിരിങ്ങയിലും കൂടെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ആ ഉള്ളി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലും കൂടെ ചേർത്ത് ഗരം മസാല ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ക്രിസ്പിനെസ്സും ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അടിയിൽ, കുക്കറിൻ്റെ അടിയിൽ ഇങ്ങനെ നിരത്തുക ആദ്യം. വിസിൽ മാത്രം വന്ന് ആ കുക്കറിൻ്റെ വിസിൽ വേഗം എടുത്ത് മാറ്റി വേവിച്ചെടുത്ത ചോറിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് ഇതിലേക്ക് നിരത്തി വയ്ക്കാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ അതിനെ മുഴുവൻ ആ അരിയുടെ മേലെ നിരത്തിയിടുക. ഇനി നമ്മൾ ബാക്കിയുള്ള അരി കൂടെ ഇതിൻ്റെ മേലേക്ക് നിരത്തി വയ്ക്കുക. ഇനി നമ്മൾ വറുത്തെടുത്ത് ഗരം മസാല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഉള്ളിയും മുന്തിരിയും എല്ലാം നിരത്തി വെച്ച ശേഷം കുക്കറൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്ക് ദമ്മിട്ടെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആഹാ എന്താ മണം! സൂപ്പർ മട്ടൺ ബിരിയാണി, നല്ല ടേസ്റ്റി മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.